ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ ഇളക്കി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിൽ വിവാദം. ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ചെന്നൈയിലേക്കാണ് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, എന്താണ് സംഭവിച്ചത്? ഹലോ, കേൾക്കാം ശശി, പറഞ്ഞോളൂ. അശ്വതി, ശബരിമലയിലെ ശ്രീകോവിലിനുള്ള ദ്വാരപാലക സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അത് പ്രധാനമായും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ സ്പെഷ്യൽ കമ്മീഷനെ പോലും അറിയിക്കാതെ ഇത് ചെയ്തു എന്നുള്ളതാണ് വിവാദമായിട്ടുള്ളത്. സാധാരണഗതിയിൽ ശബരിമല ഇത്തരം പണികൾ നടക്കുമ്പോൾ അത് പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിനെ അറിയിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. ഹൈക്കോടതിയിലെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ഒരു നിർദ്ദേശം കൂടിയുണ്ട്. പക്ഷേ ഇതൊന്നും പാലിക്കാതെയാണ് ഈ ശബരിമല ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലകം അത് സ്വർണ്ണ പാളി കൊണ്ട് പൊളിഞ്ഞിരിക്കുകയാണ്. അതിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ആ കേടുപാടുകൾ ഇത്തരം സംവിധാനങ്ങളൊന്നും അറിയിക്കാതെ, അതായത് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കാതെ ഈ പണികൾ ചെയ്ത് അതൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്താനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ള തിരുവാഭരണ കമ്മീഷനും ഒപ്പം വിജിലൻസും ഒപ്പം ഉണ്ടായിരുന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനൊരു വിശദീകരണമായി പറയുന്നത്. പക്ഷെ അക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ സാധാരണ നിരീക്ഷണത്തിലുള്ള, അതായത് ദേവസ്വം ബോർഡിന്റെ കൃത്യമായി ദേവസ്വം ബോർഡ് ബെഞ്ചിന്റെ നിരീക്ഷണത്തിലുള്ള ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഹൈക്കോടതി അറിയണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഉള്ളത്. പക്ഷെ അവരാരും അറിയാതെ ദേവസ്വം ബോർഡ് ഏകപക്ഷമായി ഇത്തരം തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ദേവസ്വം ബോർഡ് കമ്മീഷനെ അറിയിക്കാതെ ചെയ്തു എന്നുള്ള സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കാതെ ചെയ്തു എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. വിവാദമായിട്ടുമുണ്ട്. തിരുവാഭരണ കമ്മീഷനും വിജിലൻസും ഒപ്പം ഉണ്ടായിരുന്നു. തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നതാണ് ദേവസ്വം ബോർഡ് നൽകുന്ന വിഷയമാണ്. ദേവസ്വം ശനിവാരത്ത് നടക്കുന്ന ഏത് പണികളായാലും ശരി, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങൾ ഹൈക്കോടതി അറിയിക്കണമെന്നുള്ള കാര്യമാണ് കൃത്യമായിട്ടുള്ളത്. കാരണം ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ക്ഷേത്രമാണ്, അതിന്റെ അനുമതി വേണം എന്നുള്ള കാര്യം കൂടിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പാലിക്കാതെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദം അറിയിക്കുന്നത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.